ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഓട്സ് ദോശയാണ്. ഇതിൽ നമ്മൾ അരിയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഓട്സ്, അത് ഒരു 2 കപ്പോളം വരും. അതേപോലെ ഒരു കോഴിമുട്ട, കുറച്ച് മല്ലിയില, തക്കാളി, ഒരു 2 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, പിന്നെ പാകത്തിന് ഉപ്പ്, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഞാനിത് ഏകദേശം ഒരു 1.5 കപ്പോളം ഒഴിച്ചിട്ടാണ് ആദ്യം തന്നെ അടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് പൊങ്ങാനായിട്ട് വെക്കൊന്നും വേണ്ട, അപ്പം തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് സാധാരണ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒഴിച്ച് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച്, പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആദ്യത്തെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉഴുന്ന് ദോശ ഉണ്ടല്ലോ, അതേപോലെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ ഒന്ന് പകുതികളായപ്പോൾ ഞാനിങ്ങനെ മറിച്ചിടാൻ നോക്കിയപ്പോൾ ഇത് പൊട്ടിപ്പോന്ന്. അപ്പോൾ ഒന്ന് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് ശേഷം ഇത് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ അടുത്തതും ട്രൈ ചെയ്തപ്പോൾ നല്ല ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഓട്സ് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കട്ടി പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒട്ടിപ്പിടിച്ച് വന്നതെന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് ലൂസാക്കിയതിന് ശേഷം ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ദോശയായിട്ട് കിട്ടുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് നമുക്ക് ചട്നിയുടെ ഒപ്പം സാമ്പാറിൻ്റെ ഒപ്പമൊക്കെ കൂട്ടി കഴിക്കുക, ഇത് കറിക്കൊപ്പം കഴിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ള ഒരു അരി ഭക്ഷണം ഒഴിവാക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.